പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. വചനം പാലിച്ചാൽ കിട്ടാൻ പോകുന്ന നിത്യജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച്, സ്വസ്ഥതയെക്കുറിച്ച്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത് കർത്താവ് തന്നെയാണെന്നറിയാം. ഇത് ഈശോയുടെ വചനമാണ്. ഇങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ വചനം പാലിച്ചാൽ. നമ്മൾ നേരത്തെയും വായിച്ചിട്ടുണ്ട്, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അവൻ പാറപ്പുറത്ത് ഭവനം പണിത മനുഷ്യന് തുല്യൻ. അത് കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണില്ല, അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. കർത്താവിൻ്റെ വചനമാകുന്ന കഠിനമായ ഇങ്ങനെ പാറമേലെ ഒരാൾക്ക് നശിപ്പിക്കാൻ പറ്റാത്ത, തിന്മകൾക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കാത്ത വചനത്തിൻ്റെ പാറമേൽ സ്ഥാപിതമായിരിക്കുന്ന മനുഷ്യരൊന്നും തളർന്നും തകർന്നും മരിച്ചും പോവുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണമെന്നേ. എന്നിട്ട് കർത്താവ് ആ സമയത്ത് ഈശോയെ എതിർക്കുന്ന യഹൂദന്മാരൊക്കെ പറയുന്നത് അബ്രഹത്തെ കുറിച്ചാണ്. ഈ അബ്രഹത്തെ വെച്ച് തന്നെ കർത്താവ് അവരോട് കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. വചനമനുസരിച്ച് ജീവിച്ച, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച, അവൻ്റെ കൽപ്പനകളനുസരിച്ച്, അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് സ്വന്തം ജീവിതം വിട്ടുകൊടുത്ത അബ്രഹാം എന്ന പൂർവ്വപിതാവ് ഇങ്ങനെ ജീവിതം സന്തോഷത്തോടുകൂടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ദർശനം ലഭിച്ചുവെന്ന് കർത്താവ് പറയുമ്പോൾ അതെങ്ങനായിരുന്നുവെന്ന് ഒന്നാമത്തെ വായന നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അബ്രഹത്തോട് കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഞാൻ നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി ഇതാണ്, അനവധി ജനതകൾക്ക് നീ പിതാവായിരിക്കും, ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും, ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു, നീ സന്താന പുഷ്ടിയുള്ളവരായിരിക്കും, നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും, രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഇത് അബ്രാഹത്തോട് പറയുമ്പോൾ അബ്രഹാം നാട് വിട്ടു പോരേണ്ടി വരുന്നുണ്ട്, എല്ലാം ഉപേക്ഷിച്ചു പോരേണ്ട സമയമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞൊരു വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പിന്നെ ജീവിച്ചത് എത്ര കാലമാണെന്നറിയോ? 100 വയസ്സായിട്ടും ഈ പറഞ്ഞ കാര്യം നിറവേറിയിട്ടില്ല. ജനതകൾ ഉത്ഭവിക്കും, രാജാക്കന്മാർ വരും, നിരവധി സന്താനങ്ങളുടെ പിതാവാക്കും എന്നൊക്കെ പറഞ്ഞ ഒരാൾ 100 വയസ്സായിട്ടും ബാരനായിട്ട് നിൽക്കാം. ഒരു പിതാവാകാനായിട്ടുള്ള കൃപ അയാൾക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും അയാൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. കാരണം എന്നെ നാട്ടിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവന്നത് സർവശക്തനായ ദൈവമാണ്. ഈ നാടും വീടും ദേശക്കാരെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് നീ എൻ്റെ പിന്നാലെ വരാൻ എന്നെ വിളിച്ചത് സർവശക്തനായ എൻ്റെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വചനം കേട്ട് ഇങ്ങനെ ഒരു പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഇയാൾ ഇറങ്ങി വന്നതാണ്. ആ പ്രതീക്ഷയും പ്രത്യാശയും ഒരിത്തിരി പോലും നഷ്ടപ്പെടാതെ ഈ ഒരു ഇസഹാക്ക് ഉണ്ടാകുന്നത് വരെയും അബ്രഹാം കാത്തു സൂക്ഷിച്ചു എന്നാണ് കാണുന്നത്. ഇസ്മായിൽ ഉണ്ടാവുന്നത് അതിന് തൊട്ടു മുൻപ് സാറയുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ്. ഹാഗാറിൽ നിന്ന്, അടിമപ്പെണ്ണിൽ നിന്നൊരു ഒരു കുഞ്ഞിനെ നീ നമുക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞിനെ തരിക എന്നൊക്കെ പറഞ്ഞിട്ട് അബ്രഹാമിനെ കാത്തിരിക്കുന്നുണ്ട്. കിട്ടിയ മകനെ ബലിയർപ്പിക്കാൻ പറയുന്ന നേരത്ത് പോലും ഈ കർത്താവിൻ്റെ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ബലിയർപ്പിക്കാൻ പോകുന്ന അബ്രഹത്തെ നമ്മൾ കാണും. അങ്ങനെ അവൻ ദൈവമഹത്വം ദർശിച്ചവനായി മാറിയെന്ന് കർത്താവ് പറയുന്നുണ്ട്. എൻ്റെ വചനം കേൾക്കുന്നവൻ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നൊക്കെയുള്ള കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. ആരാണ് സ്വർഗരാജ്യത്തിൽ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ? ഇങ്ങനെ അവിടുത്തെ വചനം കേട്ട് അവിടുത്തെ പാതയിൽ നയിക്കുന്നവര് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക്, ദർശനങ്ങളിലേക്ക്, ദൈവിക ദർശനങ്ങളിലേക്ക് പ്രവേശിക്കുന്നവരായി തീരുമെന്ന് വചനം പറയുമ്പോൾ നമുക്കിനി വചനത്തെ ഒന്നും ഇങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് അച്ഛനോട് എന്ന് ചോദിക്കുന്നത്, അച്ഛാ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനം ശരിക്കും ജീവിക്കാനുള്ളതാണോ, അല്ലെങ്കിൽ വെറുതെ വായിച്ചു പോകാനുള്ളതാണോ? വചനം ഇതായിരുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ എന്നെ അനുഗമിക്കുക. അച്ഛൻ പറയുന്നുണ്ട്, ഇതൊക്കെ ജീവിക്കാനുള്ളതാണോ അച്ഛൻ? പക്ഷേ സത്യസന്ധനായിരുന്നു അച്ഛൻ. ഒന്നുകൂടെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കിതുവരെ അതിന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ തുറവിക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇറങ്ങിപ്പോന്നിട്ട് പിന്നെ ചെയ്യണത് തനിക്കുള്ളതൊക്കെ വിൽക്കാനുള്ള പരിപാടിയിലാണ്.
ആ സമയത്താണ് പിന്നെ അപ്പനായിട്ട് പ്രശ്നങ്ങളാവുന്നതും ഉള്ള ഡ്രസ്സ് പോലൊക്കെ ഉരിഞ്ഞു കൊടുക്കുന്നതൊക്കെ. ഇത് ജീവിക്കാനുള്ളതാണെന്ന് തിരിച്ചറിവ് കിട്ടിയ ഒരാളുടെ സ്വാതന്ത്ര്യം പിന്നെ നമ്മൾ കാണും. അത് തന്നെയാണ് ഒരു സഭയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നസെന്റ് പാപ്പയുടെ അടുത്ത് നിന്ന് മുട്ടുമ്പോൾ നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്. ഒരുപാട് നിയമങ്ങളും നിയമസംഹിതകളൊക്കെ ആയിട്ട് പരിശുദ്ധ പിതാവിനെ കാണാനായിട്ട് റോമിൽ ചെന്നേക്കാണ്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനെ കണ്ടതോടുകൂടെ നിലവിട്ടുപോയ ഫ്രാൻസിസ് കമിഴ്ന്നു കിടന്ന് നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ ഒന്നും വേണ്ട, ഒരു ആശീർവാദം മാത്രം കിട്ടിയാൽ മതി, സുവിശേഷം ജീവിക്കാനായിട്ടുള്ളൊരു ആശീർവാദം മാത്രം. വചനത്തെ എത്രമാത്രം സീരിയസ് ആയിട്ട് ഈ മനുഷ്യൻ എടുത്തു എന്ന് കാണണം. എൻ്റെ വചനം പാലിക്കുന്നവൻ, എൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ, അവൻ എന്നേക്കും ജീവിക്കുമെന്നുള്ളതാണ് കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. എത്ര നമ്മൾ ഈ വചനത്തെ അപഹസിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ നിങ്ങൾ അത് കാപഢ്യമുള്ളവരെന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ അവ അഭ്യസിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ വഴി കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. തമ്പുരാനെ, വചനം ജീവിക്കുന്ന, വചനം ശരിക്ക് ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരായി തീരാൻ ഞങ്ങൾക്കായിട്ടൊരു ആശീർവാദം തരണേ. അസിസിയിലെ ആ മഹാവിശുദ്ധന്റെ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയാക്കി മാറ്റാം. കർത്താവിന്റെ തിരുമുൻപിൽ മുട്ടിന്മേൽ നിന്ന് ഈശോയെ, നിന്റെ വചനം ജീവിക്കാനുള്ള ഒരു ആശീർവാദം മാത്രം മതി എന്ന ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങൾ എത്ര മനോഹരമെന്നൊരു വചനമുണ്ട് സങ്കീർത്തനത്തിൽ. അങ്ങനാണെങ്കിൽ അത് ജീവിക്കുന്നവരുടെ ജീവിതങ്ങൾക്ക് എന്തൊരു ഭംഗിയായിരിക്കും. ആ വചനം വെറുതെ പ്രസംഗിക്കുന്നവർ മാത്രമല്ല, അത് ജീവിക്കുന്നവരുടെ ജീവിതങ്ങൾക്ക് എന്തൊരു ലാവണ്യമായിരിക്കുമെന്ന് ആലോചിച്ച് അങ്ങനെ ജീവിക്കാമെന്ന് ഉറപ്പിച്ചിട്ട് വേണമെന്ന് ഉറക്കത്തിലേക്ക് പോകാൻ സ്വർഗം സഹായിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.